ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തെ ഏറ്റവും സുരക്ഷിതമായ കോട്ട, ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ നാവിക താവളമായ കാർവാറിലെ INS കടമ്പ. ഇന്ത്യയുടെ വിമാനവാഹിനി കപ്പലുകളും അന്തർവാഹിനികളും നങ്കൂരമിടുന്ന ഇവിടം അതീവ സുരക്ഷാ മേഖലയാണ്. എന്നാൽ ഈ കോട്ടവാതിലുകൾക്ക് മുകളിൽ ആരുടെയും കണ്ണിൽപ്പെടാതെ ചില അതിഥികൾ വട്ടമിട്ട് പറക്കുന്നുണ്ട്. ഇത് കേവലം പക്ഷികളല്ല, മറിച്ച് പറക്കുന്ന ചാരന്മാരാണോ? കഴിഞ്ഞ ദിവസങ്ങളിൽ കാർവാർ തീരത്ത് കണ്ടെത്തിയ ചൈനീസ് നിർമ്മിത GPS ട്രാക്കറുകൾ ഘടിപ്പിച്ച കടൽ പക്ഷികൾ ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികളെ ഒന്നടങ്കം ഞെട്ടിച്ചിരിക്കുകയാണ്. പ്രകൃതി പഠനം എന്ന വ്യാജേന അയൽ രാജ്യം നടത്തുന്ന അത്യാധുനിക ചാരവൃത്തിയുടെ കഥയാണിത്. ഡിസംബർ മാസത്തിലെ ഒരു പ്രഭാതം. കർവാർ കടപ്പുറത്ത് അവശനായി വീണ ഒരു സീഗിളിനെ നാട്ടുകാർ ശ്രദ്ധിക്കുന്നു. പരിശോധിച്ചപ്പോൾ പക്ഷിയുടെ പുറത്ത് കറുത്ത നിറത്തിലുള്ള ചെറിയൊരു മെഷീൻ ബെൽറ്റ് ഉപയോഗിച്ച് ഉറപ്പിച്ചിരിക്കുന്നു. വിവരമറിഞ്ഞ ഉടൻ തന്നെ മിലിറ്ററി ഇൻ്റലിജൻസും വനം വകുപ്പും സ്ഥലത്തെത്തി. പരിശോധനയിൽ ആ ഞെട്ടിക്കുന്ന വിവരം പുറത്തു വന്നു. ആ ഉപകരണത്തിൽ രേഖപ്പെടുത്തിയിരുന്നത് റിസർച്ച് സെൻറ്റർ ഫോർ എക്കോ എൻവയോൺമെൻ്റൽ സയൻസസ്, ചൈനീസ് അക്കാഡമി ഓഫ് സയൻസസ് എന്നായിരുന്നു. ആദ്യ നോട്ടത്തിൽ പക്ഷികളുടെ ദേശാടനത്തെക്കുറിച്ചുള്ള പഠനമെന്ന് തോന്നുമെങ്കിലും ഈ പക്ഷികൾ വന്നിറങ്ങിയത് ഇന്ത്യയുടെ ഏറ്റവും തന്ത്രപ്രധാനമായ നാവിക താവളത്തിന് തൊട്ടടുത്താണ് എന്നതായിരുന്നു ദുരൂഹത വർദ്ധിപ്പിച്ചത്. എന്തുകൊണ്ടാണ് ചൈന പക്ഷികളെ തിരഞ്ഞെടുക്കുന്നത്? റഡാറുകൾക്ക് ഡ്രോണുകളെ കണ്ടെത്താം, എന്നാൽ പക്ഷികളെ കണ്ടെത്താൻ കഴിയില്ല. ഇതിനെയാണ് ബയോമിമെറ്റിക് സ്പൈവെയർ എന്ന് വിളിക്കുന്നത്. പക്ഷികൾക്ക് റഡാർ സിഗ്നലുകളെ മറികടക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നാവിക കേന്ദ്രങ്ങളിലെ കപ്പലുകളുടെ നീക്കം, വിമാനവാഹിനികളുടെ സാന്നിധ്യം എന്നിവ ആരുടെയും സംശയമില്ലാതെ ഇവയ്ക്ക് നിരീക്ഷിക്കാം. മാത്രമല്ല, സീഗളുകൾക്ക് 10,000-കണക്കിന് കിലോമീറ്ററുകൾ വിശ്രമമില്ലാതെ പറക്കാൻ കഴിയും. ഇത് ആദ്യ സംഭവമല്ല. 2023 മുംബൈ തുറമുഖത്തിന് സമീപം ചൈനീസ് അടയാളങ്ങളുള്ള ഒരു പ്രാവിനെ പിടികൂടിയിരുന്നു. 8 മാസത്തെ തടവിന് ശേഷമാണ് അത് കേവലം ഒരു റേസിംഗ് പ്രാവായിരുന്നു എന്ന് തെളിഞ്ഞത്. എന്നാൽ ഇത്തവണ കാര്യങ്ങൾ അങ്ങനെയല്ല. അതീവ തന്ത്രപ്രധാനമായ കാർവാർ തീരത്ത് ഈ സീഗളുകൾ എത്തിയത് യാദൃശ്ചികമല്ലെന്ന് പ്രതിരോധ വിദഗ്ധർ വിശ്വസിക്കുന്നു. അറബിക്കടലിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലും ചൈനയുടെ സാന്നിധ്യം വർദ്ധിച്ചു വരികയാണ്. ശ്രീലങ്കയിലെ ഹമ്പൻതോട്ട തുറമുഖവും മ്യാൻമറിലെ കൊക്കോ ദ്വീപുകളും ഉപയോഗിച്ച് ഇന്ത്യയെ വളയാൻ ശ്രമിക്കുന്ന ചൈനയുടെ സ്ട്രിംഗ് ഓഫ് പേൾസ് തന്ത്രത്തിൻ്റെ ഭാഗമാണിതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഈ പക്ഷികളിലെ ട്രാക്കറുകൾക്ക് കൃത്യമായ ലൊക്കേഷൻ വിവരങ്ങൾ കൈമാറാൻ സാധിക്കും. ഇന്ത്യൻ നാവികസേനയുടെ സമുദ്രത്തിലെ വിന്യാസം, അന്തർവാഹിനികളുടെ പാതകൾ എന്നിവ ഇതിലൂടെ ചോർത്തപ്പെട്ടേക്കാം. വൈൽഡ് ലൈഫ് റിസർച്ച് എന്ന മറവിലൂടെ സൈനിക രഹസ്യങ്ങൾ മോഷ്ടിക്കുക എന്ന പഴയ ചാരതന്ത്രം ചൈന ആധുനിക സാങ്കേതിക വിദ്യയിലൂടെ ഇന്ന് പുനരാവിഷ്കരിച്ചിരിക്കുകയാണ്. ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രാലയം ഈ വിഷയത്തെ അതീവ ഗൗരവത്തോടെയാണ് കാണുന്നത്. പിടികൂടിയ ഉപകരണങ്ങൾ കൂടുതൽ ശാസ്ത്രീയ പരിശോധനയ്ക്കായി അയച്ചിരിക്കുകയാണ്. പ്രകൃതിയും സാങ്കേതിക വിദ്യയും കൈകോർക്കുന്ന ഈ പുതിയ കാലത്ത് അതിർത്തികൾ കാക്കാൻ ആയുധങ്ങൾ മാത്രം പോരാ, മറിച്ച് ആകാശത്ത് പറക്കുന്ന ഓരോ പക്ഷിയെപ്പോലും നിരീക്ഷിക്കേണ്ട സാഹചര്യമാണ് വന്നിരിക്കുന്നത്. ഇത് കേവലം ഒരു പക്ഷിപ്പഠനമാണോ, അതോ ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് നേരെയുള്ള കടന്നുകയറ്റമോ? സത്യം പുറത്തു വരുന്നതുവരെ അറബിക്കടലിൻ്റെ തീരത്ത് ഈ പക്ഷികൾക്ക് മേൽ ഇന്ത്യൻ ചാര സംവിധാനങ്ങളുടെ കണ്ണുകൾ നിഷ്കർഷതയോടെ തുടരും. ജയ് ഹിന്ദ്. ലോകരാഷ്ട്രീയവും പ്രതിരോധ തന്ത്രങ്ങളും ബിസിനസ് മാറ്റങ്ങളും എന്നിങ്ങനെ നമ്മുടെ ലോകത്തെ രൂപപ്പെടുത്തുന്ന നിർണായക ഘടകങ്ങളെക്കുറിച്ച് വിശകലനം ചെയ്യുന്ന വിശ്വസനീയമായ മലയാളം ചാനലാണ് ചാണക്യൻ. നിങ്ങൾക്കും നിങ്ങളുടെ ബ്രാൻഡിനും ഞങ്ങളോടൊപ്പം ചേർന്ന് പരസ്യം നൽകാൻ ആഗ്രഹമുണ്ടെങ്കിൽ ദയവായി ബന്ധപ്പെടുക.